ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അയല ഫ്രൈ ആണ്. സാധാരണ നമ്മൾ ചെയ്യുന്നതിലും വിട്ട് കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഫ്രൈ ആണിത്. സ്പെഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അയില മൊത്തമായിട്ട് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു മീഡിയം സൈസുള്ള അയിലയാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമ്മൾ ആ മീനൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മീനിലെല്ലാം ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ മീനിൽ പൊടികളെല്ലാം നന്നായിട്ട് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാളികേരക്കൊത്ത്, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു പകുതി സവാള അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പുരട്ടി മാറ്റി വെച്ചിരുന്ന മീനുകൾ ഓരോന്നായിട്ട് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. മീനെല്ലാം പാനിൽ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഈ തേങ്ങാക്കൊത്തുകൾ ഈ മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ല ഇനി മീനിൻ്റെ താഴെ കറിവേപ്പിലയ്ക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചി ചേർത്ത് ഒരു 2 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻ നന്നായിട്ട് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മീനിൻ്റെ അപ്പുറത്തെ സൈഡൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന സവാള എടുത്തിട്ട് ഈ മീനിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇങ്ങനെന്താ ഇട്ട് കൊടുക്കാം. സവാള തന്നെ വേണമെന്നില്ല, നമുക്ക് ചെറുള്ളി ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഒന്ന് വാടിയിട്ട് മീൻ നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തേങ്ങാക്കൊത്തിട്ടിട്ടുള്ള നല്ല സ്പെഷ്യൽ അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്.